ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള ഷക്കിന ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദൈവനാമത്തിലെ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോയമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ക്രൂശിതൻ്റെ കൂടെ ഞാനും നിങ്ങളും തീർത്ഥാടനം നടത്തുകയാണ്. ഇന്നലെ ആരംഭ ദിവസത്തിൽ നമ്മൾ സംസാരിച്ചത് ക്രൂസിഫിക്കേഷൻ ടു ക്രിസ്റ്റിഫിക്കേഷൻ, ക്രിസ്റ്റിഫിക്കേഷൻ ത്രൂ ക്രൂസിഫിക്ഷൻ. നമ്മൾ മോശയെ കുറിച്ചാണ് ഇന്നലെ കൂടുതൽ സംസാരിച്ചത്. മരുഭൂമിയിലെ കയറിയ മോശ കയറിയത് 2 കാര്യങ്ങൾക്കാണ്: കർത്താവിനെ കാണാൻ, കർത്താവിനെ കേൾക്കാൻ. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കൊതിയോടുകൂടെ കർത്താവിനെ കാണാനും ഇഷ്ടത്തോടുകൂടെ കർത്താവിനെ കേൾക്കാൻ. കർത്താവ് മോശയോട് സംസാരിച്ചത് 2 കൽപ്പലകൾ കൊത്തിയെടുത്തു. വലത് കരങ്ങളിലെ കൊത്തിയത് ദൈവമനുഷ്യ ബന്ധങ്ങളായിരുന്നു. ഇടത് കരങ്ങളിലെ കൊത്തിയ കൽപ്പലകള് ദൈവത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മനുഷ്യൻ സഹോദരങ്ങളോട് പുലർത്തേണ്ട ബന്ധങ്ങളെ കുറിച്ചാണ്. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് ദൈവത്തെ കണ്ട മോശ, ദൈവത്തെ കേട്ട മോശ മരുഭൂമിയിൽ നിന്ന് താഴോട്ടിറങ്ങിയപ്പോൾ അഹറോനും ഗോത്ര മൂപ്പന്മാരും മോശയുടെ മുഖത്ത് പ്രകാശം കണ്ടു. ദൈവത്തിൻ്റെ പ്രഭ മോശയുടെ മുഖത്ത് പ്രശോഭിക്കുന്നത് കണ്ടു. മോശയുടെ ട്രാൻസ്ഫിഗറേഷനായി. നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നത് അതിന് തന്നെയാണ്. മരുഭൂമിയിലായിരിക്കാൻ, ഏകാന്തതയിലെ, വിശപ്പിലെ, ദാഹത്തിലെ, സഹനങ്ങളിലെ, ഒറ്റപ്പെടലിലെ. പക്ഷെ അവിടെ ദൈവം സംസാരിക്കുന്നുണ്ട്, കാതുകോർക്കുക. അവിടെ ദൈവം നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, കണ്ണു തുറക്കുക. സ്നേഹമുള്ളവരെ, മോശ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കൽപ്പലകങ്ങള്, കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു. അതെല്ലാം തന്നെ ഹൗവ തലകുത്തി വീണതിൻ്റെ തിരുത്തലായിരുന്നു. കണ്ണിന് കൗതുകമുള്ളത് കാണാൻ കൊതിച്ച ഹൗവ, വായ്ക്ക് രുചികരമായത് പറിച്ചു തിന്നാൻ പ്രേരിപ്പിക്കപ്പെട്ട ഹൗവ, തലയ്ക്കകത്ത് ദൈവമില്ലാത്ത അഹന്തയുടെ അറിവ് നൽകുന്ന പ്രലോഭനത്തിൽ വീണ ഹൗവ. കർത്താവിൻ്റെ മരുഭൂമിയിലെ 3 പ്രലോഭനങ്ങള് നമ്മുടെ കണ്ണുകളുടെ ദുരാശകളുടെ മേലെ, നമ്മുടെ ജഡത്തിൻ്റെ വൈകാരികമായിട്ടുള്ള വൈകല്യങ്ങളുടെ മേലെ, നമ്മുടെ ജീവിതത്തിൻ്റെ അഹന്തയുടെ മേലെ, തലക്കനം, ധനക്കനം, കഴിവുകനം, നമ്മുടെ അധികാരക്കനം, നമ്മുടെ സാമർത്ഥ്യങ്ങളുടെ കഴിവേറിത്തരങ്ങൾ, ഇതിൻ്റെ മേലൊക്കെയുള്ള ആധിപത്യമാണ്. 50 ദിവസത്തെ നോമ്പെന്ന് പറയുന്നത് വെറുതെ ഉപവസിക്കലും, വെറുതെ ഒരു നേരം എടുക്കലും, മാംസം വർജിക്കുന്നതും മത്സ്യം വർജിക്കുന്നതും പുകവലി നിർത്തുന്നതും മദ്യപാനം വേണ്ടെന്ന് വെക്കുന്നു മാത്രമല്ല, അത് കർത്താവിൻ്റെ കുരിശിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. ക്രൂശിതനെ വെറോനിക്ക വെള്ളശീല കൊണ്ട് തുടച്ചപ്പോഴും അവളുടെ വെള്ളശീലയിലെ അവൻ്റെ തിരുമുഖം പതിഞ്ഞു. വെറോനിക്കയുടെ വെള്ളശീല വെറോനിക്കയുടെ ഹൃദയത്തിൻ്റെ പ്രതീകമാണ്.
ഈ 50 നോമ്പ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ തിരുമുഖം ജനങ്ങള് പ്രതിബിംബിക്കുന്നത് കാണാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈ 2ാമത്തെ ദിവസം നിങ്ങളോട് ഈ വചനം പ്രഘോഷിക്കുന്നത് ആരംഭിക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാകട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഇടപെടാൻ, പന്തക്കുസ്തായിലെ അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങിയതുപോലെ നമ്മുടെ മേൽ ഇറങ്ങി വരാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്കിഷ്ടത്തോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. ആത്മാവിനെ അയക്കണേ, വരദാനങ്ങൾ നൽകണേ ഞങ്ങളുടെ മേലെ, ഞങ്ങളെ കേൾക്കുന്നവരുടെ മേലെ, ഈ ശുശ്രൂഷകളുടെ മേലെ, ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളുടെ മേലെ ആത്മാവേ വരേണമേ, ആത്മാവേ ഇറങ്ങണമേ. പരിശുദ്ധാത്മാവേ, നിന്റെ വരദാനങ്ങള്, നിന്റെ ശബ്ദദാനങ്ങള്, നിന്റെ എല്ലാ കൃപകള് ഒഴുകട്ടെ, ഒഴുകട്ടെ. ആത്മാവ് ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമസഭയിൽ ഒരനുഭവമായി നിറഞ്ഞ ആത്മാവേ, ഒന്നിച്ചു പാടാം. അഭിഷേകത്തിൻ തീയായി പടരുക പരിശുദ്ധാത്മാവേ, കൃപാവരത്തിൻ പെരുമഴയാവുക പാവന റൂഹായി, അറിവേകിടുക അനുഭവമാവുക സ്വർഗത്തീ കാറ്റേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ആദിമസഭയിൽ ഒരനുഭവമായി നിറഞ്ഞ ആത്മാവേ, അഭിഷേകത്തിൻ തീയായി പടരുക പരിശുദ്ധാത്മാവേ, കരങ്ങളുയർത്തിൻ പെരുമഴയാവുക പാവന റൂഹായി, നമ്മുടെ കുടുംബത്തിന്റെ മേലെ, നമ്മുടെ സഭയുടെ മേലെ, നമ്മുടെ ദൈവജനത്തിന്റെ മേലെ, നമ്മുടെ വൈദികരുടെ മേലെ, നമ്മുടെ സമർപ്പിതരുടെ മേലെ, ഈ ലോകത്തിന്റെ മുഴുവൻ മേലെ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ, വരദാനങ്ങൾ വർഷിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. 1000 നന്ദി, 1000 നന്ദി, 1000 നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവേ ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ദാനങ്ങൾ നൽകിടണേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് നിന്റെ ആത്മാവിനെ അയക്കണേ. കഥകടച്ചു പ്രാർത്ഥിച്ച സ്ലീഹന്മാരുടെ മേലെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലും മധ്യസ്ഥതയിലും പ്രാർത്ഥിച്ച അപ്പസ്തോലന്മാരുടെ മേലെ, നീതിനാക്കുകളുടെ രൂപത്തിൽ ഇറക്കിയ പരിശുദ്ധാത്മാവ് പാപിയായ എന്റെ മേലെ, ഈ ശുശ്രൂഷകളുടെ മേലെ, നിന്നെ കേൾക്കുന്ന ജനത്തിന്റെ മേലെ ഇറങ്ങട്ടെ. ആത്മാവേ ഇറങ്ങണേ. ആത്മാവേ നിന്റെ വരദാനങ്ങൾ വർഷിക്കണേ. പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ. ഈ ശുശ്രൂഷ ഞങ്ങള് മാലാഖമാരെ ഏൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷ സകല വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ നിന്റെ ആത്മാവിന്റെ നിറവിലാൽ ഈ ശുശ്രൂഷയെ നീ ജ്വലിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരാഴ്ച മുൻപ് ഗുജറാത്തിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നെ വിളിച്ചു. ആ സഹോദരൻ വിക്കി
കൃത്യതയില്ലാത്ത മലയാളത്തിൽ എന്നോട് സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹം മലയാളി അല്ല. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിഷപ്പ്, എനിക്ക് ഒരു സത്യം അങ്ങുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ വിവാഹ ജീവിതം പരാജയപ്പെട്ടു. എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ വളരെ നിരാശനായിരുന്നു. ഞാൻ നാട് വിട്ടതാണ്. ഞാൻ കേരളത്തിൽ വന്ന് അഭയം തേടിയത് ഒരാശ്രമത്തിലാണ്. ആ ആശ്രമത്തിൽ ഞാൻ ക്രൂശിതനായ കർത്താവിൻ്റെ താഴെ നിന്ന് എൻ്റെ ദുഃഖങ്ങള് ക്രൂശിതനെ നോക്കി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ എഴുതി വെച്ചൊരു വാചകം ഹൃദയത്തിൽ തുളച്ചു കയറി. യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രിസ്തുവിനെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രിസ്തുവിനെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. അന്ന് വരെ ആ കുരിശ് അർത്ഥം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ വാക്കുകൾ വായിച്ചു തീർന്നപ്പോ എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഞാൻ ആ കുരിശിലെ രക്ഷ കണ്ടു. ഞാൻ പിന്നീട് കർത്താവിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് എനിക്ക് കർത്താവിനെ അറിയാം. ഞാൻ മലയാളം പഠിച്ചു. ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നുണ്ട്. ഞാനൊരു ഗുജറാത്തിയാണ്. എനിക്ക് ക്രിസ്ത്യാനിയാകണം. കർത്താവിലെ രക്ഷകനായിട്ട് എനിക്ക് തരണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവ് രക്ഷകനാകണമെങ്കിലേ കുരിശിലേക്ക് നോക്കിയാൽ പോരാ, കുരിശിലേക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, യഹൂദർക്ക് ഇടർച്ച, വിജാതിയർക്ക് വിഡ്ഢിത്തരം. ആ കർത്താവിനെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിനെ നിങ്ങൾക്ക് രക്ഷയായിട്ട് മാറണമെങ്കിൽ, നിങ്ങൾക്ക് കൃപയായിട്ട് മാറണമെങ്കിൽ, ആ കുരിശ് നിങ്ങൾക്ക് അർത്ഥവത്തായിട്ട് തീരണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ വേണം. ഒരുപക്ഷെ സഭയിൽ വളരെ വളരെ അറിയപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട വിശുദ്ധനാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. ആ പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം കുരിശില് വട്ടുപിടിച്ചൊരു വിശുദ്ധനാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, ജോൺ ഓഫ് ദ ക്രോസ്. കർബലിത്ത സഭാംഗമാണ്, OCD. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. അന്ധകാരത്തില് വസിക്കുന്ന ആത്മാവ്, ഇരുണ്ട രാത്രിയിലെ ഒന്നും കാണാതെ ഉഴലുന്ന ആത്മാവ്. ഈ നോമ്പുകാലത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ മക്കളോടൊക്കെ എനിക്ക് പറയാൻ ഒരു വാചകമേ ഉള്ളൂ. കുരിശിൻ്റെ യോഹന്നാൻ പറയുകയാണ്, വിശ്വാസം കൊണ്ട് നോക്കുന്നവർക്ക് മാത്രമേ കുരിശിൻ്റെ മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുരിശിലെ മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്കുള്ള യാത്ര നമുക്ക് സാധിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ചിറകുകൾ വേണം. വിശ്വസിക്കുന്നവർക്കാണ് കുരിശ് രക്ഷയായിട്ട് തീരുന്നത്. ഞാൻ നിങ്ങൾ പാടുന്ന ഒരു പാട്ടുണ്ട്, മനോഹരമായിട്ടുള്ളൊരു പാട്ട്. ആ ഈരടികൾ വളരെ മനോഹരമാണ്. കുരിശിലാണ് രക്ഷ, കുരിശെ നമിക്കുന്നു.
എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ ഇന്ന് രാത്രിയിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു വലിയ സന്ദേശം, വിശ്വാസത്തിൽ നിന്ന് ക്രൂശിതനിലേക്ക് നമുക്ക് വളരാൻ കഴിയട്ടെ. വിശ്വാസത്തിലൂടെ ക്രൂശിതന്റെ വഴികളിലെ, ആ രക്തക്കറകളിലെ, ആ ആണിപ്പാടുകളിലെ, ആ മുൾക്കിരീടത്തിലെ രക്ഷ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ. അസീസിലെ ഫ്രാൻസിസ്, ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കൊണ്ടാണ് തുടങ്ങിയത്. അദ്ദേഹം കുരിശിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞപ്പോ കർത്താവ് ഫ്രാൻസിസിന് കൊടുത്ത ഒരു വലിയ അഭിഷേകമുണ്ട്. അതാണ് പഞ്ചക്ഷതങ്ങള്. അതാണ് പഞ്ചക്ഷതങ്ങള്. കർത്താവിൻ്റെ ഇരു കരങ്ങളിലും അടിച്ച ആണിപ്പാടുകള്, കർത്താവിൻ്റെ കാലുകൾ കൂട്ടിവെച്ച് അടിച്ച ആണിപ്പാടുകള്, കർത്താവിൻ്റെ ഹൃദയത്തിലെ കുന്തം കൊണ്ട് കുത്തിയപ്പോഴ് ഉണ്ടായ തിരുമുറിവ്, അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് കർത്താവ് കൊടുത്ത വിശുദ്ധൻ. ഞാനും നിങ്ങളും പഞ്ചക്ഷതങ്ങളെന്ന് പറയാറില്ലേ? പഞ്ചക്ഷതങ്ങള് സത്യം പറഞ്ഞാല് അസീസിലെ ഫ്രാൻസിസിനുണ്ടായ ക്രൂസിഫിക്കേഷൻ ആൻഡ് ക്രിസ്റ്റിഫിക്കേഷൻ ആണ്. അസീസിലെ ഫ്രാൻസിസ് കർത്താവിന്റെ കുരിശുമായിട്ട് സാരൂപ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ സർവ്വ സഹനങ്ങള്, അദ്ദേഹത്തിന്റെ സർവ്വ ദുഃഖങ്ങള്, അദ്ദേഹത്തിന്റെ സർവ്വ നിരാശകള്, അദ്ദേഹം ആളുകളുടെ മുമ്പിൽ പരിഹസിക്കപ്പെട്ടത് എല്ലാം ആനന്ദമായി. അദ്ദേഹം ആനന്ദ നൃത്തം ചവിട്ടി. പഞ്ചക്ഷതങ്ങള് കർത്താവിനോടുള്ള സാരൂപ്യപ്പെടലാണ്. നമ്മുടെ ധ്യാനത്തിന്റെ പേര് തന്നെ അതാണ്, ക്രിസ്റ്റിഫിക്കേഷൻ ത്രൂ ക്രൂസിഫിക്ഷൻ. കർത്താവിൻ്റെ ആണിപ്പാടുകൾ വഹിക്കാൻ ഭാഗ്യം ലഭിക്കേണ്ട മക്കളെ, ഈ കൊറോണയുടെ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ ദുരന്തങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ചേ. എന്തൊക്കെ ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന മക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭയം തോന്നുക. മാസ്ക് വെച്ചിട്ട്, സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട്, എല്ലാം മൂടിപ്പൊതഞ്ഞിട്ട്, സാമൂഹ്യ അകലം പാലിച്ചിട്ട് ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോകുന്ന കഷ്ടപ്പാടുകള് ഒരുപക്ഷെ ക്രൂശീകരണത്തിൻ്റെ കഷ്ടപ്പാടുകള്. നമുക്കൊന്ന് പാടാം. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ. ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ വിശ്വാസത്തിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം വളരെ ശ്രദ്ധേയമാണ്. 11-ാമത്തെ അധ്യായം മുഴുവൻ വിശ്വാസത്തിൻ്റെ ബലിഷ്ഠമായ കോട്ടയായ പ്രതീകമായ അബ്രഹാമിനെ കുറിച്ചുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം മുഴുവൻ അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിനെ കുറിച്ച് നൽകുന്ന സന്ദേശത്തിന്റെ സാരസംഗ്രഹമാണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11:6. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും ഈ 50 നോയമ്പിലെ മരുഭൂമിയിലെ നമുക്ക് വേണ്ട ഏറ്റവും വലിയ കൃപയാണ് വിശ്വാസം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ കേൾക്കാൻ കഴിയില്ല. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം വളരെ വളരെ അർത്ഥവത്തായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്? ഇന്ന് ഞാൻ ക്രൂശിതനിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തിലെ
അബ്രഹാമിൻ്റെ വഴികളെക്കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് ആകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ചില അറിവുകൾ. അബ്രഹാം വിശ്വാസികളുടെ പിതാവാകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 4 തുടങ്ങി 6 വരെയുള്ള വചനങ്ങൾ. യഹോവയെ കർത്താവ് അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പേര് മാറ്റുകയാണ്. മനോഹരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പേര് മാറ്റുകയാണ്. നീ ഇന്ന് വരെ അറിയപ്പെട്ടിരുന്നത് അബ്രഹാം എന്നാണ്. എന്നാലേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഞാൻ നിന്നെ വിശ്വാസം കൊണ്ട് അഭിഷേചിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതിൻ്റെ അടയാളമായിട്ട് ഞാൻ നിന്റെ പേര് മാറ്റുന്നു. നീ ഇന്ന് തുടങ്ങി അബ്രഹാം എന്ന് വിളിക്കും. അബ്രഹാം. ഞാൻ സത്യത്തില് ഈ ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന വേളയില് എന്തുകൊണ്ടോ പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിച്ചു ഇതേക്കുറിച്ചൊന്ന് പഠിക്കണമെന്ന്. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നോബിൾ ഫാദർ, കുലീനായ മാന്യനായ ഒരു അപ്പൻ എന്നാണ് അബ്രഹാം. എന്നാൽ അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? The father of the nations, the father of the all people. അബ്രഹാം, നീ വിശ്വാസികളുടെ പിതാവാണ്. നീ വിശ്വാസികളുടെ പിതാവാണ്. സ്നേഹമുള്ള എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ മാതാപിതാക്കളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, വിശ്വാസത്തിലൂടെ മാത്രമേ പിതൃത്വമുള്ളൂ, വിശ്വാസത്തിലൂടെ മാത്രമേ മാതൃത്വമുള്ളൂ. ഞാനും നിങ്ങളും നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോഴൊക്കെ മനസ്സിലാക്കണം, അബ്രഹാമിൽ നിന്ന് അബ്രഹാമിലേക്കുള്ള വളർച്ച മനോഹരമാണത്. നിങ്ങളൊരു നോബിൾ ഫാദർ ആയാൽ പോരാ, കുലീനനായ ഒരു അപ്പനായ മാത്രം പോരാ. എൻ്റെ തറവാട്, എൻ്റെ അപ്പൻ്റെ പേര്, എൻ്റെ അമ്മയുടെ പേര്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ അറിവ്, എൻ്റെ ഉദ്യോഗം, എൻ്റെ സമ്പത്ത് പോരാ. നീ പിതാവാകണമെങ്കിൽ നിനക്ക് ദൈവത്തിലേക്കുള്ള തുറവി വേണം. അബ്രഹാം ആകുന്നത് ദൈവത്തിലേക്ക് തുറന്നപ്പോഴാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ബൈബിളിലെ ഏറ്റവും കൂടുതൽ അധ്യായങ്ങൾ ചെലവഴിച്ചിരിക്കുന്നത് അബ്രഹാമിൻ്റെ കഥ പറയാനാണ്. ഹെബ്രായക്കാരുടെ ലേഖനത്തിൽ നിങ്ങൾക്കറിയാം, ദീർഘമായിട്ട് അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം തുടങ്ങി 25-ാമത്തെ അധ്യായം വരെ, അതായത് 13 അധ്യായങ്ങള് ദീർഘിപ്പിക്കുന്ന വളരെ വിസ്തീർണമായിട്ടുള്ള ഒരു വിവരണമാണ് അബ്രഹാമിന്റെ കഥ. അത് മുഴുവൻ വിശ്വാസത്തിന്റെ കഥയാണ്. അത് മുഴുവൻ വിശ്വാസത്തെ എന്നിലേക്കും നിങ്ങളിലേക്കും ജ്വലിപ്പിക്കാനുള്ള വഴികളെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കഥകളാണ്. അബ്രഹാമിനെ കുറിച്ച് ഞാൻ കാണുമ്പോൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം. അബ്രഹാം അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവാണ്. എല്ലാ വിശ്വാസികളുടെയും പിതാവ്, എല്ലാ വിശ്വാസികളുടെയും പിതാവ്. ഞാനതേക്കുറിച്ചിട്ട് അല്പം കൂടെ ആഴത്തിൽ നടത്തിയൊരു പഠനം നോക്കൂ. വലിയ 3 മതങ്ങൾ, ആ 3 മതങ്ങളുടെയും പിതാവ് അബ്രഹാമാണ്. യഹൂദ മതം ആരംഭിക്കുന്നത് അബ്രഹാമിന്റെ പിടിയിൽ നിന്നാണ്. ക്രിസ്തു മതം അബ്രഹാമിലൂടെ വിളിക്കപ്പെട്ട ജനത്തിന്റെ തുടർച്ചയാണ്. ഇസ്ലാം അബ്രഹാമിനെ പിതാവായിട്ട് കരുതുന്ന ഒരു മതമാണ്. From a noble father, you are called to be the father of the nations. വിശ്വാസം ഉള്ള കുടുംബങ്ങളാണ് മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും അവകാശം പേറുന്ന കുടുംബങ്ങള്. ഈ 50 നോമ്പ് നമ്മൾ ഓർമ്മപ്പെടുത്തണം.
അപ്പൻ എന്ന നിലയ്ക്ക്, അമ്മ എന്ന നിലയ്ക്ക്, ഞാൻ അധ്യാപകൻ എന്ന നിലയ്ക്ക്, ഞാൻ വക്കീൽ എന്ന നിലയ്ക്ക്, വൈദ്യൻ എന്ന നിലയ്ക്ക്, ഞാനൊരു നോബിൾ ഡോക്ടറാണോ, ഞാനൊരു നോബിൾ ടീച്ചറാണോ? പോരാ. അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതം. നിങ്ങൾ അബ്രഹാമിൽ നിന്ന് അബ്രഹാമിലേക്ക് വളരണം. യു ആർ നോട്ട് എ മിയർ നോബിൾ ഫാദർ, യു ആർ എ ഫാദർ ഓഫ് ഓൾ ദ നേഷൻസ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അബ്രഹാമിന് വലിയ സ്ഥാനമുണ്ട്. ബൈബിളിലെ 72 പുസ്തകങ്ങളിലെ 22 പുസ്തകങ്ങളിലെ പേരെടുത്ത് പറയുന്ന ഒരു കഥാപാത്രമാണ് അബ്രഹാം. 13 പഴയ നിയമ പുസ്തകങ്ങളിലും 9 പുതിയ നിയമ പുസ്തകങ്ങളിലും അബ്രഹാമിന്റെ പേരുണ്ട്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലെ ദീർഘമായിട്ടുള്ള പരാമർശം 8 തുടങ്ങി 19 വരെയുള്ള വചനങ്ങൾ മുഴുവൻ അബ്രഹാമിന്റെ കഥയുടെ അവലോകനമാണ്, അതിൻ്റെ വർണ്ണനയാണ്, വളരെ വിസ്തരിച്ചുള്ള വർണ്ണനയാണ്. അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്താണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവാകുന്നത്, എന്താണ് അബ്രഹാമിലെ വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3 കാര്യങ്ങളാണ് ഈ നോമ്പുകാലത്ത് അബ്രഹാം നമുക്ക് വിശ്വാസത്തിന്റെ വഴികളിലൂടെ ക്രൂശിതനെ സ്വന്തമാക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന 3 വലിയ പാഠങ്ങളുണ്ട്. അബ്രഹാം വിശ്വാസികളുടെ പിതാവാകുന്നത് 3 വലിയ നിലപാടുകൾ കൊണ്ടാണ്. 3 വെരി വെരി സിഗ്നിഫിക്കന്റ് ആറ്റിറ്റ്യൂഡ്സ്. ഒന്നാമത്തേത് എന്താണെന്ന് അറിയാമോ? സറണ്ടർ. സറണ്ടർ, ടോട്ടൽ സറണ്ടർ, പൂർണ്ണമായിട്ട് കീഴടങ്ങുക. അബ്രഹാം സറണ്ടറിന്റെ അടയാളമാണ്. 2, അബ്രഹാം ബലിയർപ്പണത്തിന്റെ അടയാളമാണ്, സാക്രിഫൈസ്. 2 വരാൻ പോവുകയാണ്. 3, അബ്രഹാം പങ്കുവെപ്പിന്റെ അടയാളമാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 2013 ജൂൺ മാസം 29-ാം തീയതി പത്രോസ് പൗലോസ് ലിഹന്മാരുടെ തിരുനാളിൻ്റെ ദിവസത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ അതിമനോഹരമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനമുണ്ട്. ആ ചാക്രിക ലേഖനത്തിന് മാർപ്പാപ്പ കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? ലൂമൻ ഫീദൈ, വിശ്വാസം വെളിച്ചമാണ്. പ്രിയമുള്ളവരെ, വിശ്വാസം വെളിച്ചമാണ്. മാർപ്പാപ്പ പറയുന്നു, ഈ വെളിച്ചമുള്ളവർക്ക് ദുഃഖവെള്ളിയുടെ ഇരുണ്ട രാത്രികളിൽ നിന്ന് ഉത്ഥാനത്തിന്റെ പ്രകാശപൂർണമായ രാത്രിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ദുഃഖവെള്ളിയാഴ്ചയുടെ ഇരുണ്ട രാത്രി, അവൻ മരിച്ചപ്പോഴെല്ലാം ഇരുണ്ടു, ഭൂമി കുലുങ്ങി, ആകാശമേഘങ്ങൾ ഇടിമുഴങ്ങി, എല്ലാം വിറച്ച് വെണ്ണീറായി, എല്ലാം അവസാനിച്ചു. അവൻ മരിച്ചു, അവൻ ഉത്ഥാനം ചെയ്യുമെന്ന് അവർക്ക് കേട്ടുകേൾവി ഉണ്ടായതിൻ്റെ പേരിലെ ആ കല്ലറയ്ക്ക് ആർക്കും ഉരുട്ടി മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ഭീമാകാരമായിട്ടുള്ള കല്ല് ഉരുട്ടി വെച്ചു. എന്നിട്ട് കാവലേർപ്പെടുത്തി. പക്ഷേ ആ ഇരുണ്ട രാത്രിയിലെ ദൈവം വിശ്വാസം കൊണ്ട് ഒരു പുതിയ പിറവി സൃഷ്ടിച്ചു. മഗ്ദലന മറിയം പ്രഭാതത്തിൽ വന്നപ്പോൾ അവള് കണ്ട വെളിച്ചത്തില് അവൾക്ക് മനസ്സിലായി, അടയ്ക്കപ്പെട്ട കല്ലറ തുറക്കപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കളോടും എനിക്ക് പറയാനുണ്ട്, ഈ കൊറോണയുടെ കാലഘട്ടത്തില് അടയ്ക്കപ്പെട്ട കല്ലറകള് തുറക്കപ്പെടാൻ നമുക്ക് വിശ്വാസത്തിന്റെ വഴികൾ വേണം. അതുകൊണ്ട് നോമ്പുകാലം 50 നോയമ്പ് എന്ന് പറയുന്നത് 50 ദിവസം പിറകിടുന്നതല്ല,
50 ദിവസങ്ങളിലൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് സംഭവിക്കുന്ന തുറവിയാണ്. അന്ധനും ബധിരനും മൂകനുമായ മനുഷ്യനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞില്ലേ, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ പറഞ്ഞില്ലേ, എഫാത്ത. ഈ നോമ്പുകാലം എഫാത്തയാണ്, തുറക്കപ്പെടലാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം ക്രൂശിതനിലേക്ക്, നമ്മുടെ കാതുകൾ തുറക്കപ്പെടണം വചനത്തിലേക്ക്, നമ്മുടെ അധരങ്ങൾ തുറക്കപ്പെടണം വിശുദ്ധ കുർബാനയിലേക്ക്, നമ്മുടെ കരങ്ങൾ നീട്ടണം വൈദികന്റെ ആശീർവാദത്തിലേക്ക്, നമ്മുടെ പാദങ്ങൾ നീങ്ങണം ദേവാലയത്തിലേക്ക്. തുറക്കപ്പെടട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് ഈ കൾച്ചർ ഓഫ് ഷട്ട് ഡൗൺ, കൾച്ചർ ഓഫ് ലോക്ക്ഡൗൺ, ഈ ഉത്ഥാനം ഞാനും നിങ്ങളും ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോഴും വിശ്വാസത്തിന്റെ വഴികളിലൂടെ നമുക്ക് നടക്കാം. കർത്താവ് അവന്റെ ചെവിയിൽ കൈയിട്ടുകൊണ്ട് അവന്റെ അധരത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ. വിശ്വാസം തുറക്കപ്പെടലാണ്, വിശ്വാസം തുറക്കപ്പെടലാണ്. സ്നേഹമുള്ളവരെയും, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഉള്ളുകള്ളികൾ നമുക്കൊന്ന് പരിശോധിക്കാം. അബ്രഹാത്തിന്റെ വിശ്വാസത്തിന്റെ 3 നിലപാടുകൾ ഞാൻ പറഞ്ഞു. ഒന്ന് സറണ്ടർ. സറണ്ടർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിലം പറ്റുക, നിലം പറ്റുക. സൗള് നടപടിയുടെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തില് കുതിരപ്പുറത്ത് കുളമ്പടിയുടെ രാജകീയതയിൽ വന്നവനാണ്. പക്ഷേ പെട്ടെന്ന് ആകാശമേഘങ്ങളിൽ ഇടിമുഴങ്ങി അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ കുതിരപ്പുറത്ത് നിന്ന് തലകുത്തി വീണു, നിലം പതിച്ചു, നിലം പറ്റി വീണു. സറണ്ടർ, ദൈവത്തിന്റെ മുൻപില് നിലം പറ്റി വീഴുക. സറണ്ടർ. ഈ സറണ്ടർ എന്ന വാക്കിനെ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിങ്ങൾ അർത്ഥം കണ്ടെത്തും. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 1 തുടങ്ങി 9 വരെയുള്ള വചനങ്ങളൊന്ന് വായിച്ചു നോക്കിയ മക്കളെ. അബ്രഹാമിന്റെ ജീവിതത്തിലെ അബ്രഹാമിനോട് സറണ്ടർ എന്ന വാക്കിന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടത്. എന്താണ് 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്? 1, നീ നിന്റെ വീട്ടിൽ നിന്ന് അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കുക, വീട് വിടുക, ലീവ് യുവർ ഫാദർ. 2, ലീവ് യുവർ ഫാദേഴ്സ് ഹൗസ്, ലീവ് യുവർ ഫാദർലാൻഡ്. മാതാപിതാക്കളെ ഉപേക്ഷിക്കുക, നീ നിന്റെ വീട് ഉപേക്ഷിക്കുക, നീ നിന്റെ നാട് ഉപേക്ഷിക്കുക. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, തട്ടിപ്പിതാവിന് തൃശ്ശൂർ രൂപതയിൽ നിന്ന് ശംഷാബാദ് രൂപതയുടെ മെത്രാനായിട്ട് വിട്ടപ്പോ സത്യം പറഞ്ഞാല് എൻ്റെ ജീവിതത്തിലെ അബ്രഹാമിൻ്റെ ഒരു അനുഭവം എല്ലാം വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ രൂപതയിലെ സഹായമെത്രാനായിട്ട് ജീവിക്കുമ്പോൾ എന്നെ ആളുകളെ സ്വീകരിക്കാനിരിക്കുന്ന മുറി സത്യം പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലുപ്പമുണ്ട്. അത് അത്യാവശ്യം ഒരു ബാഡ്മിൻ്റൺ കോർട്ട് പോലെയാ. ഒരു 10-100 ആളൊക്കെ വന്നാലും ഒരു പുല്ലും ചുക്കും പേടിക്കാനില്ല. ഇന്ന് തട്ടിപ്പിതാവ് കിടക്കുന്നത് പിതാവിൻ്റെ തൃശ്ശൂർ ബിഷപ്സ് ഹൗസിലെ കക്കൂസിന്റെ വലുപ്പമുള്ളൊരു മുറിയിലാണ്. സറണ്ടർ. നീ സറണ്ടർ. നീ വിചാരിക്കുന്നു നിന്റെ സ്വത്ത്, നിന്റെ സൗകര്യങ്ങള്, നിന്റെ സമ്പാദ്യങ്ങള്, ഒരുപക്ഷെ നീ ക്രൂശിതനിലേക്ക് നടക്കാൻ നിനക്ക് തടസ്സമായിട്ടുള്ള എല്ലാം, ഫാദേഴ്സ് ഹൗസ്, യുവർ ഫാദേഴ്സ് ലാൻഡ്, എല്ലാം നീ ഉപേക്ഷിക്കുക. നീ എല്ലാം ഉപേക്ഷിക്കുക. എന്നിട്ട് ഞാൻ നിനക്ക് കാണിക്കുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിനക്ക് കാണിക്കുന്ന നാട്ടിലേക്ക് നീ പോകുക. എൻ്റെ പ്രിയമുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് തലയ്ക്കകത്ത് കൊണ്ട് നടക്കുന്ന അറിവല്ല. അല്ല, ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിച്ചിരുന്ന അതാണ് എൻ്റെ അറിവ്.
എൻ്റെ അനുഭവങ്ങള്, അതാണ് വിശ്വാസം. അല്ല, എൻ്റെ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന എന്തും എൻ്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ കാണിക്കുന്ന ഒരു കുരിശുമരണമുണ്ട്. ഞാൻ കാണിക്കുന്ന ഒരു കുരിശുമരണമുണ്ട്. ആ കുരിശുമരണമാണ് വിശ്വാസം. ക്രൂസിഫിക്കേഷൻ. എല്ലാം നിനക്ക് നഷ്ടപ്പെടും. നീ എന്തൊക്കെ നഷ്ടപ്പെടുത്തുമോ, ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് വാഗ്ദാനത്തിന്റെ ഭൂമി നൽകും. ഞാൻ നിന്നോട് പറയുന്നു, നീ എല്ലാം വിട്ടുപോന്നാലേ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് വിശ്വസ്തനാണെങ്കിലേ ഞാൻ നിനക്ക് വാഗ്ദാനത്തിന്റെ ഭൂമി നൽകും. വാഗ്ദാനത്തിന്റെ ഭൂമി നിനക്ക് നൽകണമെങ്കിലേ നിന്റെ സ്വന്തമായത് നീ ഉപേക്ഷിക്കണം. നിന്റെ അപ്പനെ ഉപേക്ഷിക്കണം, നിന്റെ വീട് ഉപേക്ഷിക്കണം, നിന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഉപേക്ഷിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ശൂന്യവൽക്കരണമാണ്. ഞാൻ ഇത് ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്. ഞാൻ ഈ തൃശ്ശൂരിലേക്ക് പുറപ്പെടുന്ന സമയത്ത് എൻ്റെ അച്ഛന്മാർ പറഞ്ഞൊരു നല്ല ഉടുപ്പിട്ട് പൊക്കോട്ടെ പിതാവേ. ഇന്നലെ എന്നെ ടെലിവിഷനിൽ കണ്ട ഒരു പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് പറഞ്ഞു, പിതാവ് ഇവിടത്തെക്കാളും പത്രാസുള്ള ഉടുപ്പാണല്ലോ ഇന്നലെ ഇട്ടിരുന്നേ, ഇതൊരു ഉടുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിളിച്ചു പറഞ്ഞു, അവൻ ദൈവമായിരുന്നു, അവൻ ദൈവത്തോട് സമാനനായിരുന്നു, അവനെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവൻ വിട്ടുകളഞ്ഞു, അതെല്ലാം അവൻ ചോർത്തിക്കളഞ്ഞു. അവൻ വെറുമയായി, അവൻ ശൂന്യനായി, അവൻ വട്ടപൂജമായി. പ്രിയമുള്ളവരെ, അതാണ് വിശ്വാസം. നീ ഉപേക്ഷിക്കുക, നിന്റെ അപ്പനെ ഉപേക്ഷിക്കുക, നിന്റെ വീട് ഉപേക്ഷിക്കുക, നിന്റെ നാട് ഉപേക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ വെല്ലുവിളികള് നേരിടേണ്ടി വരുമ്പോഴാണ് നമ്മൾ ക്രൂശിതന്റെ കൂട്ടുകാരാകുന്നത്. ഞാനും നിങ്ങളൊക്കെ ചോദിക്കുന്നത് തരുന്ന ഒരു തമ്പുരാനല്ല നമുക്കുള്ളത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് തരുന്ന തമ്പുരാൻ. ഒരുപക്ഷെ വിശ്വാസത്തെ നമ്മൾ ഒരു തരം ഉപഭോക്തൃ വസ്തുവാക്കി മാറ്റുകയാണ്. ഞാൻ എന്ത് ചോദിച്ചു അതൊക്കെ എനിക്ക് കുറവ് കൂടാതെ തരുന്ന ഒരു തമ്പുരാൻ അല്ല. എൻ്റെ കർത്താവ് നഷ്ടപ്പെടുത്തിയതുപോലെ എൻ്റെ ജീവിതത്തിലെ പലതും നഷ്ടപ്പെടേണ്ടി വരുമ്പോൾ, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗന്ദര്യം, എൻ്റെ കഴിവുകള്, എൻ്റെ സാമർത്ഥ്യങ്ങള്, എൻ്റെ സമ്പത്ത് എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഞാൻ ഓർക്കണം, ഞാൻ അബ്രഹാമിനോളം വളരുകയാണ്. ഞാൻ നിന്നെ വാഗ്ദത്ത ഭൂമിയിലേക്ക്, കാനാൻ ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകും. ഈ കഷ്ടപ്പാടുകളിലൊക്കെ നടുവിൽ എനിക്കെന്നോട് പറയാൻ ആഗ്രഹമുണ്ട്. ഞാൻ ചില രോഗികളൊക്കെ കാണുമ്പോൾ അവർ നിരാശ കൊണ്ട് എന്നോട് പറയാറുണ്ട്, പ്രാർത്ഥിക്കണം, പെട്ടെന്ന് മരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മുടെ കർത്താവ് കുരിശിൽ 3 മണിക്കൂർ നേരം ജീവൻ കൊണ്ട് പോരാടി. അവൻ ജീവൻ കൊണ്ട് പോരാടിയിട്ടാണ് 3 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആകാശമേഘങ്ങളിലുണ്ടു, ഭൂമി കുലുങ്ങി, അവൻ തലചാച്ച് ജീവൻ വെടിഞ്ഞു. സഹനമുള്ളിടത്ത്, മരണമുള്ളിടത്ത് ഉത്ഥാനമുണ്ട്. സഹനമുള്ളിടത്ത്, മരണമുള്ളിടത്ത് കർത്താവുണ്ട്. അതുകൊണ്ട് തന്നെ അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ സ്വകാര്യമായി, സ്വന്തമായി, ഇഷ്ടത്തോടുകൂടെ ചേർത്ത് പിടിച്ച ഒരുപാട് കാര്യങ്ങള് വിട്ടുകൊടുക്കാനുള്ള ഇഷ്ടമാണ്. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തനിക്കുള്ളതെല്ലാം വിട്ട്, അപ്പനെ വിട്ട്, അമ്മയെ വിട്ട്, വീട് വിട്ട്, നാട് വിട്ട് എൻ്റെ പിന്നാലെ വരട്ടെ.
അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൂസിഫിക്കേഷൻ ഉണ്ട്. ആ ക്രൂസിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ക്രിസ്റ്റിഫിക്കേഷനിലേക്കുള്ള വിളിയാണ്. അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അബ്രഹാം സഹിച്ചത് ഒരുപാടാണ്. നോക്കൂ പ്രിയമുള്ളവരെ, അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞ നീ എന്താ വിട്ടുപോന്നാലും നിനക്ക് കിട്ടാൻ പോകുന്നത്? അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരനോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം എന്നോട് വിട്ടുപേക്ഷിക്കാൻ പറയുന്നതെല്ലാം വിട്ടുപേക്ഷിക്കാനുള്ള വലുപ്പം കാണിക്കണം, ചങ്കൂറ്റം കാണിക്കണം, അതിനുള്ള ധൈര്യം കാണിക്കണം. യു വിൽ ബി ബ്ലെസ്ഡ്. ഞാനൊന്നും വിട്ടുകൊടുക്കില്ല. എൻ്റെ ബാഗിൽ ഇനി വെക്കാൻ സ്ഥലമില്ലെങ്കിലും ഇനിയും അത് ഞെക്കി ഞെരുക്കി അത് കീറുന്നത് വരെ വെക്കാനായിട്ട് കിട്ടുന്നതല്ല വിശ്വാസം. യു വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് യു വിൽ ബിക്കം എ ബ്ലെസ്സിങ് ഫോർ എവരിബഡി. എല്ലാം നഷ്ടപ്പെട്ടവൻ ഭാഗ്യവാൻ, എല്ലാം നഷ്ടപ്പെടുത്തിയവൻ ഭാഗ്യവാൻ, എല്ലാം ശൂന്യമാക്കി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ മനോഹരമായിട്ട് പറഞ്ഞത്, എല്ലാം ശൂന്യമാക്കി അവനെ ദൈവം സ്വർഗത്തോളം ഉയർത്തി. എല്ലാം ശൂന്യമാക്കി അവനെ ദൈവം സ്വർഗത്തോളം ഉയർത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. ആവിലായിൽ അമ്മ ത്രേസ്യ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, സഹനമുള്ളിടത്ത് മരണമുള്ളിടത്ത് ക്രിസ്തുവുണ്ട്. സഹനമുള്ളിടത്ത് മരണമുള്ളിടത്ത് ക്രിസ്തുവുണ്ട്. എൻ്റെ സഹനങ്ങളുടെ നടുവിലെ, എൻ്റെ മരണത്തിൻ്റെ നടുവിലെ ക്രിസ്തുവുണ്ട്. അതൊന്നിൻ്റെ അവസാനമല്ല. എത്ര ഉരുട്ടി വലിയ കല്ല് വെച്ച് അടച്ചാലും അത് തുറക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നതാണ് വിശ്വാസം. എന്നിൽ നിന്ന് തമ്പുരാൻ ആവശ്യപ്പെടുന്നത് തമ്പുരാന്റെ രാജ്യത്തിന് വേണ്ടി, തമ്പുരാന്റെ ജനത്തിന് വേണ്ടി, തമ്പുരാന്റെ മഹത്വത്തിന് വേണ്ടി. അപ്പോസ്തലനായ പൗലോസ് കുതിരപ്പുറത്ത് നിന്ന് വീണ ശേഷം എഴുതിയ മനോഹരമായിട്ടുള്ള വാക്കുകളാണ്, യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതിയർക്ക് വിഷ്ടിത്തരവുമായ ക്രൂശിതനായ കർത്താവിനെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ക്രൂശിതനായ കർത്താവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസം നമുക്ക് വേണം. അബ്രഹാമിനെ നമ്മൾ വിശ്വാസികളുടെ പിതാവായിട്ട് കരുതുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം അബ്രഹാം നടത്തിയ ബലിയർപ്പണമാണ്. അബ്രഹാം നടത്തിയ ബലിയർപ്പണം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിലെ 2 തുടങ്ങി 8 വരെയുള്ള വചനങ്ങൾ, മനോഹരമായിട്ടുള്ള വചനങ്ങൾ. അബ്രഹാം ആറ്റ് നോറ്റ് കാത്തിരുന്നിട്ടാണ് സാറ ഗർഭവതിയായത്. അബ്രഹാമിന് ദൈവം കുഞ്ഞിനെ കൊടുക്കുന്നത് 90-ാമത്തെ വയസ്സിലാ. സാറ വന്ധ്യയാണ്. അബ്രഹാമിന് 90-ാമത്തെ വയസ്സിൽ അപ്പൂപ്പന് ജനിച്ച, വന്ധ്യയിൽ നിന്ന് ജനിച്ച കുഞ്ഞാണ് ഇസഹാക്ക്. അവന് 12 വയസ്സ് പ്രായമായപ്പോൾ നോക്കും, അതായത് നമ്മൾ പറയില്ലേ, കടം തീർന്ന് കാര്യങ്ങള് സ്വന്തം കയ്യിലാകുന്ന ഒരു കാലഘട്ടമാണ് 12. അവന് 12 വയസ്സായപ്പോഴ് ദൈവമായ യഹോവ അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ യഹോവയായ കർത്താവ് അവനോട് പറഞ്ഞത്? നിന്റെ കുഞ്ഞിനെ, ആ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ദൈവം കൊടുത്ത വാഗ്ദാനം എന്താണെന്നറിയാമോ? ഈ കുഞ്ഞെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിച്ച് നിന്റെ ജനത ഈ ഭൂമിയെ കീഴടക്കും. നിന്റെ പിൻ തലമുറ ഈ ഭൂമിയെ കീഴടക്കുമെന്ന് വാക്ക് കൊടുത്ത യഹോവയായ കർത്താവ് ഇസഹാക്കിന് 12 വയസ്സായപ്പോൾ ആവശ്യപ്പെടുന്ന എന്താണെന്നറിയാമോ? നീ
എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലേ നിന്റെ കുഞ്ഞിനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കണം. നീ കുഞ്ഞിനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കണം. അബ്രഹാമിന്റെ ഹൃദയം സത്യം പറഞ്ഞാല് തകർന്ന് തരിപ്പണമായൊരു നിമിഷമാണ്. അബ്രഹാം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജീവശവമാകുന്ന ഒരു നിമിഷമാണ്. സാറായോട് പറഞ്ഞില്ല, കാരണം സാറ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചിട്ട്. അബ്രഹാം പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് മോറിയ മലയിലേക്ക് പോകുകയാണ് ബലിയർപ്പിക്കാനായിട്ട് ഞാൻ മോറിയ മലയിലേക്ക് കുഞ്ഞിനെ കൊണ്ട് പോകുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അബ്രഹാം കഴുതയ്ക്ക് ജീനിയിട്ടു. ഇസഹാക്കിന്റെ ചുമലിൽ വിറകടക്കി വെച്ചു. വിശുദ്ധനായ സഭാപിതാവ് അന്ത്യോക്യയിൽ ഇഗ്നേഷ്യസ് പറയുകയാണ്, അബ്രഹാം ഇസഹാക്കിന്റെ ചുമലിൽ വെച്ച വിറകിന്റെ ഭാരമുണ്ടല്ലോ, കർത്താവിന്റെ കുരിശിന്റെ ഭാരമാണ്. അബ്രഹാം ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു കൊടുത്ത വിറകിന്റെ ഭാരം വരാനിരിക്കുന്ന കർത്താവിന്റെ കുരിശുമരണത്തിന്റെ അടയാളമാണ്. അബ്രഹാം കർത്താവിന്റെ കുരിശുമരണത്തെ മുൻകൂട്ടി ആവഹിച്ചവനാണ്. അബ്രഹാം ഇസഹാക്കിനെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചങ്ക് തകർന്നൊരു ചോദ്യം കുഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, ബലിമൃഗത്തെ കൊല്ലാൻ കത്തിയുണ്ട്, പക്ഷെ ബലിമൃഗം എവിടെ അപ്പ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അബ്രഹാം കൊടുക്കുന്ന ഒരു മറുപടി ചരിത്രത്തിലെ തങ്കലിപുകൾ എഴുതപ്പെടേണ്ട ഒരു മറുപടിയാണ്. കുഞ്ഞേ, തക്ക സമയത്ത് ദൈവം നമുക്ക് കുഞ്ഞാടിനെ തരും. തക്ക സമയത്ത് ദൈവം നമുക്ക് കുഞ്ഞാടിനെ തരും. ആ കുഞ്ഞത് വിശ്വസിച്ചു. നിഷ്കളങ്കമായ കുഞ്ഞ് അത് വിശ്വസിച്ചു. അബ്രഹാം സത്യം പറഞ്ഞ മോറിയ മലയിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ, കർത്താവ് കുരിശെടുത്ത് കാൽവരിയിൽ ചെന്നതുപോലെയാണ്. കഴുതയും കുഞ്ഞും കുഞ്ഞിന്റെ ചുമലിൽ അടക്കി വെച്ച വിറകും കയ്യിൽ കരുതിയ കത്തിയും ബലിപീഠത്തിലെ അർപ്പിക്കാനുള്ള അഗ്നിയും അബ്രഹാം ചുമന്ന മലയിലേക്ക് കയറിയത് ഈശോ കുരിശിൽ കാൽവരിയിലേക്ക് കയറിയതുപോലെയാണ്. ബലിപീഠമൊരുക്കി അബ്രഹാം ഇസഹാക്കിന്റെ വായ പൊത്തിപ്പിടിച്ചു, കൈകാലുകൾ കെട്ടി, കുഞ്ഞു വാവിട്ട് നിലവിളിക്കാൻ പോലും അനുവദിക്കാത്ത വിധത്തിലെ കുഞ്ഞിനെ ബലിവസ്തുവായിട്ട് അബ്രഹാം ബലിപീഠത്തിൽ വെച്ചു. കത്തിയെടുത്ത് അബ്രഹാം കുഞ്ഞിനെ ബലി ചെയ്യാൻ കത്തി ഉയർത്തിയപ്പോഴ് യഹോവയായ കർത്താവ് പറഞ്ഞു, അബ്രഹാം, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ കുഞ്ഞിനെ അപകടപ്പെടുത്തരുത്. അബ്രഹാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞാൻ പിന്നെ എങ്ങനെയാണ് ബലിയർപ്പിക്കുക? അബ്രഹാമിനോട് ദൈവമായ യഹോവ അരുൾ ചെയ്തു, ആ മുൾപടർപ്പിൽ കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ നീ എടുത്ത് ബലിയർപ്പിക്കുക. ആ മുൾപടർപ്പിൽ കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ നീ എടുത്ത് ബലിയർപ്പിക്കുക. സഭാപിതാവായിട്ടുള്ള അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുകയാണ്, ഈ മുൾപടർപ്പിൽ കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടാണ് കാൽവരിയിലെ കുരിശിൽ കുരുങ്ങിക്കിടന്ന ക്രിസ്തു. ഈ മുൾപടർപ്പിൽ കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞാട് പ്രതീകമാണ്. ആ കുഞ്ഞാടാണ് കാൽവരിയിലെ തൂക്കപ്പെട്ട ക്രിസ്തു. നീ ആ കുഞ്ഞാടിനെ എടുത്ത് ബലിയർപ്പിക്കുക. അബ്രഹാം ആ കുഞ്ഞാടിനെ
ആ മുൾപടർപ്പിൽ നിന്ന് കോരിയെടുത്ത് ഇസഹാക്കിന് പകരം ബലിപീഠത്തിൽ കിടത്തി ഇസഹാക്കിനെ സ്വതന്ത്രനാക്കിയിട്ട് കടാര കീറി കൂത്തിയിറക്കി ആ ബലി ആടിനെ കർത്താവിന് ബലി അർപ്പിച്ചു. വിശുദ്ധനായ സുവിശേഷകൻ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലെ 2 സ്ഥലത്ത് പറയുന്ന വാക്കുകള് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവിനെ നോക്കിയിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ വചനം, സ്നാപക യോഹന്നാൻ കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞ വാക്കുകള്, ഇതാ ലോകത്തിന്റെ പാപഭാരം പേറുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മുടെ ഓർമ്മകള് അബ്രഹാം ഇസഹാക്കിനെ കൊണ്ട് കാൽവരിയിലേക്ക് പോയ ഓർമ്മകളാണ്. ഇതാ ലോകത്തിന്റെ പാപങ്ങള് ചുമക്കുന്ന കുഞ്ഞാട്. ഇസഹാക്ക് ചുമന്നത് പ്രതീകമാണ്. യാഥാർത്ഥ്യം കർത്താവില് പൂർത്തിയായി. യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനം, മനോഹരമായിട്ടുള്ള 16-ാമത്തെ വചനം, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ മനുഷ്യനും നശിച്ചു പോകാതിരിക്കാൻ സമയത്തിന്റെ പൂർത്തിയിലെ തൻ്റെ ഏകജാതനെ എനിക്കും നിങ്ങൾക്കും ബലിയായി തരുവാൻ ദൈവം തിരുമനസായി. എപ്പോഴാ അപ്പ കുഞ്ഞാട്? എവിടെയപ്പ കുഞ്ഞാട്? എന്താ കിട്ടുക അപ്പ കുഞ്ഞാട്? ഇല്ല മോനെ, തക്ക സമയത്ത് ദൈവം നമുക്ക് തരും എന്ന അബ്രഹാമിന്റെ വാക്കുകളുടെ പൂർത്തീകരണം, തന്നിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ മനുഷ്യനും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി ബലിയായി നൽകാൻ തക്കവിധം ദൈവം നമ്മെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ദുഃഖവെള്ളിയാഴ്ച വെറുതെ കുരിശെടുക്കുന്നതല്ല. ദുഃഖവെള്ളിയാഴ്ച കർത്താവിന്റെ ശവമഞ്ചം പേറി കുരിശിൽ മരിച്ചവൻ എന്ന പാട്ടുപാടി വഴി ചുറ്റി നാട് ചുറ്റി പട്ടണം നടത്തി പട്ടണപ്രതിഷ്ഠ നടത്തുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കാൽവരിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞാടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ദൈവം ആവശ്യപ്പെടുന്ന ഒരു ബലിയുണ്ട്. ആ ബലി കൊടുക്കാൻ എനിക്ക് കഴിയട്ടെ. ഞാന് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് രൂപതകളിലൊക്കെ ചെല്ലുമ്പോൾ ചില വൈദികർ എന്നെ കാണാൻ വരാറുണ്ട്, സങ്കടത്തോടുകൂടെ പറഞ്ഞിട്ട്, പിതാവേ, വൈദികരായിട്ട് അധിക നാളായിട്ടില്ല, പക്ഷെ എനിക്ക് ബ്രഹ്മചര്യം പാലിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിട്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, അച്ഛാ അച്ഛൻ ബലിയർപ്പിക്കേണ്ട കുഞ്ഞാട് അച്ഛൻ്റെ ജീവിതത്തിലെ ഈ ശുദ്ധിയുടെ ബ്രഹ്മചര്യമാണ്. അച്ഛൻ ബലി കൊടുക്കേണ്ട കുഞ്ഞാട് ഈ ശുദ്ധതയുടെ കുഞ്ഞാടിനെയാണ്. എന്നെ കേൾക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ വഴിവിട്ട് ജീവിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ കാൽവരിയിലെ നിങ്ങൾ കൊടുക്കുന്ന ഒരു കുഞ്ഞാടുണ്ട്. ആ കുഞ്ഞാട് മാറിപ്പോകരുത്. ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങൾ പുലർത്തുന്ന ഒരു ശുദ്ധതയുണ്ട്, ഒരു നൈർമല്യമുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ വിവാഹത്തിന് മുൻപ് നിങ്ങൾ ലൈംഗികമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ നിർവഹിക്കുമ്പോൾ മക്കളെ നിങ്ങൾ തെറ്റിപ്പോകുകയാണ്. നിങ്ങൾ നോമ്പെടുത്തത് കൊണ്ടോ, നിങ്ങൾ ഉപവസിച്ചത് കൊണ്ടോ, നിങ്ങൾ മാംസം വർജിച്ചത് കൊണ്ടോ, നിങ്ങൾ മദ്യപാനം ഉപേക്ഷിച്ചത് കൊണ്ടോ, പുകവല നിർത്തിയത് കൊണ്ടോ നോമ്പാകില്ല. ഇതൊരു ബലിയർപ്പണമാണ്. അബ്രഹാം ഇസഹാക്കിനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോയതുപോലെ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് രോഗിയാകുന്നു, എൻ്റെ ഭാര്യ രോഗിയാകുന്നു, എൻ്റെ കുഞ്ഞുങ്ങള് അംഗവൈകല്യമുള്ളതാകുന്നു, എൻ്റെ കുഞ്ഞുങ്ങള് ബുദ്ധിക്ക്
വെല്ലുവിളികളുള്ളവരായിട്ട് മാറുന്നു. മെന്റലി ചലഞ്ചഡ് ചിൽഡ്രൻ. ഇവിടെയൊക്കെ കൊന്നുകളയാൻ, ഇവരെയൊക്കെ വേണ്ടെന്ന് വെക്കാൻ ഞാനും നിങ്ങളൊക്കെ എടുക്കുന്ന തീരുമാനമുണ്ടല്ലോ. ആ തീരുമാനത്തിന് ശേഷം നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച രൂപം ചുമക്കുകയും രൂപം മുത്തുകയൊക്കെ ചെയ്യുന്നതില് എന്തർത്ഥ ഉള്ളത് മക്കളെ? ബലിയർപ്പണമാണ് വിശ്വാസം. നിന്റെ കുഞ്ഞിനെ എനിക്ക് ബലിയായി നൽകുക, നിന്റെ കുഞ്ഞിനെ എനിക്ക് ബലിയായി നൽകുക. കർത്താവ് നൽകപ്പെട്ടത് അബ്രഹാം ഇസഹാക്കിനെ നൽകാൻ കാണിച്ച ചങ്കൂറ്റം, അതിന്റെ പൂർത്തീകരണത്തിലെ പിതാവായ ദൈവം നൽകിയതാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ പിതാവായ ദൈവം തന്റെ പുത്രനെ ഇത്ര ക്രൂരമായ വിധത്തിലെ കുരിശുമരണത്തിന് വിധിക്കാൻ വിട്ടുകൊടുത്തത് എന്തേ? വിട്ടുകൊടുത്തത് എന്തേ? എൻ്റെ ദൈവം എന്നോട് ചോദിക്കുന്നത്, എൻ്റെ ദൈവം എനിക്ക് മുൻപേ എനിക്ക് വേണ്ടി ചെയ്തവനാണ്. എൻ്റെ ദൈവം എനിക്ക് മുൻപേ അത് ചെയ്തതാണ്. എന്നോട് കാല് കഴുകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ കാലുകൾ ആദ്യം കഴുകിയവനാണ്. ദുഃഖപ്രിയമുള്ള ഒരു വിശ്വാസം ബലിയർപ്പണമാണ്. അബ്രഹാം കത്തി ഊരി കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു. പക്ഷേ ഇസഹാക്കിലൂടെ ദൈവം ഒരു തലമുറയ്ക്ക് ആകാശത്തിലെ മണൽത്തരി പോലെ, ഭൂമിയിലെ മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞത് വളരെ സത്യമാണ്. കുരിശും മരണവും ഉത്ഥാനത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വിശ്വാസത്തിൻ്റെ ചിറകുകൾ വേണം മക്കളെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, നന്ദി കർത്താവേ. ഞങ്ങളുടെ സഹനങ്ങളെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ തകർച്ചകളെ, ഞങ്ങളുടെ രോഗങ്ങളെ, ഞങ്ങളുടെ ആകുലതകളെ കർത്താവേ നിന്റെ കുരിശിന്റെ പങ്കാളിത്തമാണെന്ന്, നിന്റെ കുരിശിലുള്ള ഞങ്ങളുടെ പങ്കെടുപ്പാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങൾ നിരാശപ്പെട്ടവരാണ്. ഞങ്ങൾ ഒരുപാട് മോഹഭംഗങ്ങളാല് ആക്രമിക്കപ്പെട്ടവരാണ്. ചോദിച്ചത് കിട്ടാത്തത് കൊണ്ട്, വിവാഹബന്ധത്തിൽ മക്കളില്ലാത്തത് കൊണ്ട്, ഭാര്യ വഴിതെറ്റിപ്പോയത് കൊണ്ട്, ഭർത്താവ് വഴിതെറ്റിപ്പോയത് കൊണ്ട്, വിശ്വാസം എന്തിനെന്ന് ചോദിക്കുന്നവരാണ്. അബ്രഹാമിന്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണേ. ഈ നോമ്പുകാലത്ത് ഞങ്ങള് മാനസാന്തരത്തിന്റെ വരങ്ങളാൽ നിറയപ്പെടട്ടെ. യേശുവേ നന്ദി, യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ. നമുക്കൊന്നിച്ചു പാടാം. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ. എൻ്റെ ജീവിതത്തിലെ കുരിശുകള് കർത്താവിൻ്റെ കുരിശുമരണത്തിലുള്ള എൻ്റെ പങ്കാളിത്തമാണ്. കർത്താവിൻ്റെ കുരിശിലുള്ള എൻ്റെ പങ്കാളിത്തമാണ് എൻ്റെ സ്വർഗത്തിലേക്കുള്ള അവകാശത്തിൻ്റെ പാസ്പോർട്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. Faith is surrender. നിലംപറ്റ് വീഴുന്നതാണ് മക്കളെ വിശ്വാസം. ഞാൻ ഈ വിശ്വാസത്തെ കുറിച്ച് എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫെയ്ത്ത് ഈസ് ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ദ ഫ്രൂട്ട്ഫുൾനെസ്. ഫെയ്ത്ത് ഈസ് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ഫ്രൂട്ട്ഫുൾനെസ്. വിശ്വാസം വിശ്വസ്തതയാണ് മക്കളെ. വിശ്വസ്തതയാണ് ഫലം ചൂടല്. വിശ്വസ്തതയില്ലാത്തവൻ ഫലം ചൂടില്ല. അത്തിമരം കാക്കാത്തതുപോലെ, ശപിക്കപ്പെട്ട അത്തിമരം
കർത്താവ് കടന്നു പോകുമ്പോൾ വിശന്നു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഇലകളല്ലാതെ ഫലങ്ങളില്ലാത്ത ഫ്രൂട്ട്ലെസ് ഫിഗ് ട്രീ, ഫലങ്ങളില്ലാത്ത അത്തിമരം. ഈ നോമ്പ് കാലം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ 50 ദിവസം യാന്ത്രികമായിട്ട് കടത്തിവിടുന്ന ഒരു യാഥാസ്ഥിതിക യാന്ത്രിക അഭ്യാസമല്ല. ഞാൻ വിശ്വസ്തനായിരിക്കുമ്പോൾ ഞാൻ ഫലദായകമുള്ളവനാകും. ഫലം ചൂടുന്നവൻ 100 മേനി 60 മേനി 30 മേനി ഫലം ചൂടുന്നവൻ. ഞാൻ സഹിക്കുമ്പോൾ, ഞാൻ മരിക്കുമ്പോൾ, ഞാൻ തകർക്കപ്പെടുമ്പോൾ, ഞാൻ യോഹന്നാന്റെ സുവിശേഷം മനോഹരമായിട്ട് പറയുന്നു, 12-ാമത്തെ അധ്യായത്തിലെ മനോഹരമായിട്ട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണഴിയുമ്പോൾ അത് മുള പൊട്ടുന്നു, അത് മുള പൊട്ടുന്നു, അത് ഇളങ്കാറ്റിലെ ഉയർന്നു പൊങ്ങുന്നു, അത് ഫലം ചൂടുന്നു. മരിക്കാത്തതൊന്നും ഉയർക്കപ്പെടില്ല. എൻ്റെ ജീവിതത്തിൽ വിട്ടുകൊടുക്കാത്തതൊന്നും ഉത്ഥാനം ചെയ്യില്ല മക്കളെ. ഉത്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ബലിയർപ്പണത്തിൻ്റെ പുഷ്പിക്കലാണ്. ഞാൻ മണ്ണിൽ വീണ് മണ്ണോട് മണ്ണാകുമ്പോൾ ഞാൻ അവസാനിക്കുകയല്ല, ഞാൻ പുതിയ ഒരു ജന്മമായിട്ട് മുള പൊട്ടുന്നു. അതാണ് ഉത്ഥാനം. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 3-ാമത്തെ നിലപാട് വളരെ മനോഹരമായിട്ടുള്ളൊരു നിലപാട് പങ്കുവെക്കലാണ്. പങ്കുവെക്കലാണ് അബ്രഹാമിന്റെ വിശ്വാസം. ഷെയറിങ്, സറണ്ടർ, സാക്രിഫൈസ്, ഷെയറിങ്, പങ്കുവെക്കുക. ഈ പരിശുദ്ധ കുർബാന എന്നൊക്കെ പറയുന്നത് എന്താ മക്കളെ? അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവേ. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി. 5000 പുരുഷന്മാരുണ്ടായിരുന്നു, ഇരട്ടി പെണ്ണുങ്ങളുണ്ടായിരുന്നു. ആരുടെ കയ്യിലും അപ്പമില്ലായിരുന്നു. സത്യമാണ് മക്കളെ, ഒളിച്ചു വെച്ചതാ, പൂത്തി വെച്ചതാ. ആ പിഞ്ചു ബാലൻ നിഷ്കളങ്കതയോടുകൂടെ വന്ന് പറഞ്ഞു, ചേട്ടാ എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ട്. ആ കുഞ്ഞു കൊടുത്ത അപ്പം എടുത്തു ഉയർത്തി വാഴ്ത്തി മുറിച്ചു. ആ മുറിച്ചത് എല്ലാവരും തിന്ന്, ഞാൻ പറയില്ലേ, പിന്നെ മൂക്കിയ കൂടെ ഛർദിച്ചിട്ട് പോലും തീരാത്ത വിധം തിന്ന മനുഷ്യര്. കർത്താവ് പറഞ്ഞു, എല്ലാവരും തിന്ന് തൃപ്തരായെങ്കിൽ ബാക്കി വന്നത് ശേഖരിക്കുവിൻ 12 കൊട്ട. ഔദാര്യത്തിന്റെ നിറവാണ് വിശ്വാസം. ഔദാര്യത്തിന്റെ നിറവാണ് മക്കളെ വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ഔദാര്യത്തിന്റെ നിറവാണ്. അബ്രഹാം ഔദാര്യത്തിന്റെ നിറവ് കാണിച്ചവനാ. അബ്രഹാം യഹോവയായ കർത്താവ് വിളിച്ച് യാത്ര തുടങ്ങിയപ്പോൾ കൂട്ടിനൊരു സഹോദരനെ വിളിച്ചു. അബ്രഹാമിന്റെ സഹോദരന്റെ പുത്രൻ ലോത്തിനോട് പറഞ്ഞു, എടാ യഹോവയായ കർത്താവ് എന്നോട് വിട്ടുപോകാൻ പറയാണ്, ഞാൻ വിട്ടുപോകുകയാണ്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരെ. ലോത്തും ഭാര്യയും ലോത്തും പിള്ളേരൊക്കെ അബ്രഹാമിന്റെ കൂടെ കൂടി. വയ്യാവേലികൾ വിളിച്ചു കൂട്ടുന്നതാ. പോകുന്ന വഴിയിലെ അബ്രഹാമിനും ഇഷ്ടം പോലെ കന്നുകാലികൾ ഉണ്ടായിരുന്നു, ലോത്തിനും ഇഷ്ടം പോലെ കന്നുകാലികൾ ഉണ്ടായിരുന്നു. 2 പേർക്ക് ഇഷ്ടം പോലെ കന്നുകാലികൾ ഉണ്ടായിരുന്നു. പിന്നീട് അബ്രഹാമിന്റെ ദാസന്മാരും ലോത്തിന്റെ ദാസന്മാരും തമ്മില് കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കുന്ന പുല്ലിനെ കുറിച്ചും ആ പുൽമേടയെ കുറിച്ചും തർക്കമുണ്ടായി. അബ്രഹാമിന്റെ ദാസന്മാര് വന്നിട്ട് പറഞ്ഞു, നീ വയ്യാവേലി വിളിച്ചു കൂട്ടിയ ലോത്ത് ഇന്ന് നമ്മുടെ ഇടങ്ങളിലെ കന്നുകാലികളെ മേയ്ക്കുകയാണ്. നിനക്കൊരു മേധാവിത്വമൊന്നുമില്ലേ? നീ അവനെ വിളിച്ചതല്ലേ? അവൻ നിന്റെ പിറകെ വന്നവനല്ലേ? നീ ഒന്ന് ഇടപെട്. ദാസന്മാര് വിചാരിച്ചത് അബ്രഹാം ചെന്നിട്ട് ലോത്തിനെ വഴക്ക് പറയും, എടാ കൊള്ളരുതാത്തവനെ, ഞാൻ നിന്നെ വിളിച്ച് കൂട്ടിന് കൂട്ടിയിട്ട് നീ കയറി എന്നെ ഭരിക്കുകയാണോ? നീ പോയിട്ട് ആ മറ്റു സ്ഥലത്ത് തിന്ന് കാലികളെ തീറ്റെന്ന് പറയണ്ടേ? 13-ാമത്തെ അധ്യായം 8 തുടങ്ങി. നിങ്ങളെ വചനങ്ങൾ വായിക്കുമ്പോ അബ്രഹാം ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലോത്തെ, ഞാനും നിങ്ങളും ബന്ധുക്കളാണ്. നമ്മുടെ ദാസന്മാർ വഴക്കൂടാൻ നമ്മൾ കാരണമാകരുത്.
നീ ഇടത്തോട്ട് പോയാലേ ഞാൻ വലത്തോട്ട് പോകും, നീ വലത്തോട്ട് പോയാലേ നീ ഇടത്തോട്ട് പോകും, ഞാൻ ഇടത്തോട്ട് പോകും. പക്ഷേ ആദ്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള ഒരു ഔദാര്യമാണ് മക്കളെ. അബ്രഹാം പറഞ്ഞു, നീ എന്താണ് എടുക്കേണ്ടത് നീ എടുത്തോളൂ, എനിക്ക് വിരോധമില്ല. അബ്രഹാമിന് അതിനൊരു കാരണമുണ്ട്. നിനക്ക് തരുന്നത് തമ്പുരാനാണ്, എനിക്ക് തരുന്നതും തമ്പുരാനാണ്. നീ എന്തെടുത്താലും എനിക്ക് തരേണ്ടത് എൻ്റെ തമ്പുരാൻ നിഷേധിക്കില്ല. നോക്കൂ മക്കളെ, ഈ ഒരു ഔദാര്യം ഉണ്ടല്ലോ, ഈ ഔദാര്യമാണ് വിശ്വാസം. നീ എടുത്തോളൂ, ഏത് വേണമെങ്കിൽ എടുത്തോളൂ, എനിക്ക് വിരോധമില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയാമോ? കണ്ണാളിയായിട്ടുള്ള ലോത്ത്, മഹാകുറുക്കനായിട്ടുള്ള ലോത്ത്, മഹാസൂത്രക്കാരനായിട്ടുള്ള ലോത്ത് അബ്രഹാമിൽ നിന്ന് പറ്റിച്ചുകൊണ്ട് ജോർദാൻ വാലി, ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള ജോർദാൻ നദിയുടെ നദീതടങ്ങളാണ് തെരഞ്ഞെടുത്തത്. അബ്രഹാം പൊട്ടനെ പോലെ നിന്നു. അബ്രഹാമിന് കിട്ടിയത് ഒട്ടും ഫലഭൂയിഷ്ടമല്ലാത്ത ഒരു പ്രദേശമാണ്. എന്നാൽ ചരിത്രത്തിൽ പിന്നീട് ലോത്ത് തെരഞ്ഞെടുത്ത സ്ഥലമാണ് സോദോം ഗോമോറയായി മാറിയത്. ലോത്ത് തെരഞ്ഞെടുത്ത സ്ഥലമാണ് സോദോം ഗോമോറയായിട്ട് മാറിയത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ എനിക്ക് പറയാൻ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ചെറിയ സന്ദേശമുണ്ട്. വീട്ടു സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കൊണ്ട് നാശകോശമായിട്ടുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ ഇവിടെയുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെയുണ്ട്. ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയത് പോരാ, അപ്പം തന്നത് പോരാ, സഹോദരങ്ങൾ പങ്കിട്ടപ്പോ പോരാ, സഹോദരങ്ങളും തമ്മിൽ കൂടിക്കഴിച്ചില്ലാത്ത നമ്മുടെ സമൂഹത്തിലെ മക്കള് ഈ നോമ്പ് കാലത്ത് കർത്താവിന്റെ മുൻപിൽ ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ട ഒരു സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ലോത്ത് തെരഞ്ഞെടുത്ത ജോർദാൻ വാലി, അതാണ് പിന്നീട് സോദോം ഗോമോറ ഉപ്പുകടലായിട്ട് മാറിയത്. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറിയത്. ലോത്തും ലോത്തിന്റെ മക്കളും അഗ്നിയും ഗന്ധവും കൊണ്ട് നശിപ്പിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ സ്വത്ത് ഭാഗിക്കുമ്പോ ഇഷ്ടമുള്ളത് കിട്ടണമെന്ന് വാക്ക് തർക്കം ഉണ്ടാകുമ്പോൾ മനസ്സിൽ ഓർമ്മിക്കുക, വിശ്വാസം എന്ന് പറയുന്നത് ദൈവം തരുന്നതിനപ്പുറത്ത് ഞാൻ ബലം പ്രയോഗിച്ച് വാങ്ങിക്കുന്നതല്ലെന്നുള്ള തിരിച്ചറിവ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കൈക്കൂലി വാങ്ങിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് പോയി പള്ളിക്ക് നേർച്ച കൊടുക്കുന്നവരുണ്ട്, അതുകൊണ്ട് പള്ളിക്ക് ഗോപുരം പണിയാൻ കൊടുക്കുന്നവരുണ്ട്, കള്ള് വിറ്റ കാശ് കൊണ്ട് പള്ളി പണിയെ സഹായിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ സോദോം ഗോമോറ സൃഷ്ടിക്കരുത്, നിങ്ങൾ സോദോം ഗോമോറ സൃഷ്ടിക്കരുത്. നമുക്ക് ആത്മശോധന ചെയ്യാൻ കഴിയട്ടെ. ഞാനും നിങ്ങളും ലോത്തിനെ ലോത്ത് ചെയ്ത സൂത്രം എന്തോരം അപകടത്തിലേക്ക് ലോത്തിനെ നയിച്ചു എന്നറിയാമോ? ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല, നമ്മുടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, നമ്മുടെ കുടുംബങ്ങൾ ഐക്യമില്ല, ഐശ്വര്യമില്ല. പിശാചിന്റെ ബാധയാണ്. ഒരു പിശാചുമല്ല, നിങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിങ്ങളുടെ സ്വാർത്ഥതയുടെ വിഗ്രഹങ്ങള് എന്നാണോ എടുത്തു മാറ്റുന്നത്, അന്ന് നിങ്ങളുടെ കുടുംബങ്ങൾ വിമോചിക്കപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ സോദോം ഗൊമോറ പോലെയാകും. അബ്രഹാമിന് കൊടുത്ത സ്ഥലം അതാണ് പിന്നീട് കാനാൻ ദേശമായിട്ട് മാറിയത്, വാഗ്ദത്ത ഭൂമിയായിട്ട് മാറിയത്. ദൈവം വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ സമ്മാനമായ ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമി. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളോട് ഇഷ്ടത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ കുടുംബത്തിലെ വഴക്കുകൾ, ആഭരണത്തെ ചൊല്ലി, സൗന്ദര്യത്തെ ചൊല്ലി, സ്വത്തിനെ ചൊല്ലി, സ്ഥലത്തെ ചൊല്ലിയൊക്കെയുള്ള വഴക്കുകൾ, ഇതൊക്കെ പരിഹരിക്കാൻ നിങ്ങൾ വിചാരിച്ച കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പനോട് മിണ്ടാൻ പറ്റിയിട്ടില്ല,
3 സ്വർഗസ്ഥനായ പിതാവ് 3 നന്മ നിറഞ്ഞു പറയും ചൊല്ലി നിങ്ങൾ പൊക്കോളൂ എന്ന് അച്ഛൻ പറഞ്ഞാല് നിങ്ങളുടെ പാപത്തിന്റെ കടച്ചിട്ട് കീറിക്കളയുന്ന ഒരു തമ്പുരാൻ മണ്ടനാണെന്ന ഒരു തമ്പുരാൻ അല്ല നമ്മുടേത്. ലോത്തിന്റെ അനുഭവം അതാണ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. യു വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. നമുക്ക് നമ്മുടെ ഈ സ്വാർത്ഥതയുടെ വിഗ്രഹങ്ങൾ തല്ലിക്കൊഴിക്കണം, എടുത്ത് കടലിലെറിയണം, എടുത്ത് കടലിലെറി. നിന്റെ കരം നിനക്ക് പാപഹേതുവാണെന്നുവെങ്കിൽ അത് വെട്ടി കടലിലേക്ക് എറിയുക. നീ മറ്റുള്ളവർക്ക് പ്രലോഭന കാരണമാകുന്നുവെങ്കിൽ കല്ല് കെട്ടി കടലിലേക്ക് ചാടുക എന്നൊക്കെ കർത്താവ് ക്രൂരമായിട്ട് പറയുന്നത് ഞാനും നിങ്ങളും പുലർത്തുന്ന സ്വാർത്ഥതയെ നോക്കിയിട്ടാണ്. ഈ നോമ്പുകാലം നമ്മെ ഈ വിശ്വാസത്തിന്റെ വഴികളിലൂടെ നയിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങളോട് പറയട്ടെ മക്കളെ, നമ്മള് ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നടത്തുന്ന വിട്ടുവീഴ്ചകളിലെ നമ്മൾ മണ്ടന്മാരാകുകയില്ല. അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം ദൈവം നമ്മിലൂടെ നിറവേറ്റും. യു വിൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് ഐ വിൽ ബ്ലെസ് യു. ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. തമ്പുരാന്റെ അനുഗ്രഹം കടന്നു വരാൻ ഞാനും നിങ്ങളും പുലർത്തേണ്ട വലിയ ഒരു ഔദാര്യം. നോക്കൂ മക്കളെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 13 തുടങ്ങി 15 വരെയുള്ള വചനങ്ങൾ, അബ്രഹാം വിജയം നേടി മടങ്ങി വരുന്നു. കെദോർ ലോമ കീഴടക്കി അബ്രഹാം ഒരുപാട് സ്വത്തുവകകളോടുകൂടെ മടങ്ങി വരികയാണ്. അബ്രഹാം സലേമിലെത്തിയപ്പോഴ് സലേമിന്റെ രാജാവായ മൽക്കീസദേക്ക് അബ്രഹാമിനെ കാണാൻ വന്നു. അബ്രഹാമിനെ കാണാൻ വന്നിട്ട് അദ്ദേഹം അബ്രഹാമിന് കാഴ്ച കൊടുത്തു, അപ്പവും വീഞ്ഞും. ചരിത്രത്തിൽ ആദ്യമായിട്ട് അപ്പവും വീഞ്ഞും കാഴ്ചവെച്ച ഒരു ബലിയർപ്പണം മൽക്കീസദേക്കിന്റെ ബലിയർപ്പണമാണ്. അഹറോന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിലേക്ക് മാറ്റി എഴുതിയ ഒരു കൂടിക്കാഴ്ച. സാലേമിന്റെ രാജാവിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? സാലേം എന്ന വാക്കിന്റെ 2 അർത്ഥങ്ങളുണ്ട്. ദ കിങ് ഓഫ് പീസ് ആൻഡ് ദ കിങ് ഓഫ് ജസ്റ്റിസ്. സമാധാനത്തിന്റെ രാജാവ്, നീതിയുടെ രാജാവ്. സമാധാനത്തിന്റെയും നീതിയുടെയും ജീവിതമാണ് വിശ്വാസം. അബ്രഹാം സാലേമിന്റെ രാജാവ് നൽകിയ അപ്പവും വീഞ്ഞും സ്വീകരിച്ചുകൊണ്ട് ആദ്യമായിട്ട് പഴയ നിയമത്തിലെ കർത്താവിന്റെ ബലി സ്വീകരിച്ചവനാണ്. ആദ്യമായിട്ട് അപ്പവും വീഞ്ഞും ബലിവസ്തുക്കളായിട്ട് സാലേമിലെ രാജാവ് മൽക്കീസദേക്ക് അബ്രഹാമിന് കൊടുത്തു. അബ്രഹാം അത് സ്വീകരിച്ചു. പരിശുദ്ധ കുർബാനയുടെ പഴയ നിയമത്തിലെ ആദ്യത്തെ അനുഭവമാണത്. അതാണ് പിന്നീട് ക്രിസ്തു അപ്പവും വീഞ്ഞും എടുത്ത് ഊട്ടുശാലയിൽ വാഴ്ത്തി മുറിച്ച് വാഴ്ത്തി ഉയർത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞത്, ഇതെന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ രക്തമാണ്, വാങ്ങി കുടിപ്പിൻ. പ്രിയമുള്ളവരെ, സലേമിലെ രാജാവിന് മൽക്കീസദേക്കിന് അബ്രഹാം ഒരു സമ്മാനം കൊടുത്തു. തന്റെ എല്ലാ സ്വത്തുവകകളുടെ ദശാംശം കൊടുക്കുക എന്നുള്ള പ്രയോഗം. താൻ കിട്ടിയതിന്റെ മുഴുവൻ ദശാംശം അത് തമ്പുരാന്റെ സത്താണ്, തമ്പുരാൻ തന്നതാണ്. അത് തമ്പുരാന്റെ നിയോഗത്തിന് കൊടുക്കാൻ മൽക്കീസദേക്ക് കർത്താവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രതീകവും സഭയുടെ പ്രതീകവും. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വാസം ഔദാര്യമാണ്. വിശ്വാസം ഔദാര്യമാണ് മക്കളെ. നമുക്ക് ഈ ദിവസത്തെ ധ്യാനം ഉപസംഹരിക്കുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. യഹൂദർക്ക് ഇടർച്ച, വിജാതിയർക്ക് ഭോഷത്വം. ആ ക്രൂശിതനായ കർത്താവിനെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. നിങ്ങളത് സ്വീകരിക്കാൻ വിശ്വാസത്തിന്റെ തുറവി കാണിക്കുക. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി.
അബ്രഹാമായി. നോബിൾ ഫാദർ ഹാസ് ബിക്കം ദ ഫാദർ ഓഫ് ദ നേഷൻസ്. ഞാനും നിങ്ങളും കുലീന പിതാക്കളിൽ നിന്ന് തലമുറകളുടെ പിതാക്കളാകാൻ നമുക്ക് വിശ്വാസം ഉണ്ടാകട്ടെ. വിശ്വാസം നിലംപറ്റി കർത്താവിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന ഫെയ്ത്ത്ഫുൾനെസ്, ദാറ്റ് വിൽ ഗിവ് യു ഫ്രൂട്ട്ഫുൾനെസ്. വിശ്വാസം ബലിയർപ്പണമാണ്. വിശ്വാസം ഔദാര്യമാണ്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടെ ക്രൂശിതനെ നിങ്ങൾ നോക്കിയേ. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ ഈ 50 നോയമ്പിലെ ഈ വിശ്വാസത്തിന്റെ ജ്വലനമുണ്ടാകാൻ പ്രാർത്ഥിക്കാം. നമ്മൾ ആരാധനയിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ജ്വലനങ്ങൾ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ തിരിച്ചറിവുകൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന പാപബോധത്തിന്റെ വലിയ വേലിയേറ്റങ്ങൾ, അത് വല നിറയെ പിടിക്കുന്ന ഉത്ഥാനത്തിന്റെ മത്സ്യങ്ങളായിട്ട് മാറട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെയും നമ്മൾ 9 മണിക്ക് കേൾക്കാൻ കാതുകോർത്ത് വരിക. കർത്താവിനെ കാണാൻ, കർത്താവിനെ കേൾക്കാൻ വിശ്വാസത്തോടുകൂടെ ക്രൂശിതനെ നോക്കുക. അവന്റെ കുരിശിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളായിട്ട് നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പോകാം മക്കളെ. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലെ ഒന്നടക്കം സംബന്ധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാപിയും ബലഹീനമായ പിതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരോഗ്യം ഉണ്ടാകാൻ, മിഷൻ വിജയിക്കാൻ, മിഷനിലെ പ്രവർത്തനങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഉത്ഥാനത്തിന്റെ സന്തോഷമായിട്ട് ഉദിക്കാൻ, കർത്താവിൻ്റെ കുരിശിലെ രക്ഷ സർവ മനുഷ്യർക്കും രക്ഷയുടെ കഴുകലാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന. അബ്രഹാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന. ആരാധന 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 വിശ്വാസം ജ്വലിപ്പിക്കണേ കർത്താവേ. വിശ്വാസത്തിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ കർത്താവേ. വിശ്വാസം കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ കർത്താവേ. ഞങ്ങള് ഈ 50 നോയമ്പിൽ കുരിശിന്റെ താഴെ നിൽക്കുന്നത് വിശ്വാസത്തിന്റെ ചിറകുകൾ കൊണ്ടായിരിക്കട്ടെ കർത്താവേ. വിശ്വാസം മരണത്തെ ഉത്ഥാനമാക്കുന്ന കർത്താവിന്റെ അത്ഭുതമാണ്.
മരണമുത്ഥാനമാകുന്നത്, സഹനമുത്ഥാനമാകുന്നത്, രോഗം സൗഖ്യമാകുന്നത്, നഷ്ടങ്ങൾ ലാഭമാകുന്നത് അത് വിശ്വാസത്തിന്റെ നിറവിലാണ്. കുരിശിന്റെ താഴെ നിൽക്കുമ്പോൾ കർത്താവേ, നിന്റെ തിരുമുറിവുകള്, നിന്റെ പഞ്ചക്ഷതങ്ങള് ഞങ്ങൾക്ക് നൽകണേ. അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിനെ വിളിച്ചു, അവന്റെ പേര് മാറ്റി നീയേ. അബ്രഹാം, നീ അബ്രഹാമാണ്. Not a noble father, Yes, Lord. but you are a father of the nation. Yes, Lord. ഞങ്ങൾ തലമുറകൾക്ക് പിതാക്കന്മാരാകാൻ കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം നൽകണേ കർത്താവേ. കരുണ ചൊരിയണമേ. കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം നൽകണേ. വിശ്വാസം നൽകണമേ. കർത്താവേ, ഞങ്ങള് കീഴടങ്ങട്ടെ. Yes, കർത്താവേ. ഞങ്ങള് ഒബീഡിയന്റ്, കർത്താവേ, ഫെയ്ത്ത്ഫുൾ. ആരാധന. കർത്താവേ, ഞങ്ങള് വിശ്വസ്തരാണെങ്കിലേ ഞങ്ങൾ ഫലം ചൂടും. ഞങ്ങൾ അത്തിമരങ്ങളാണ്, ഇല ചൂടി നിൽക്കുന്നത്, ഫലം ചൂടാത്തത്, ശപിക്കപ്പെട്ടത്, അടിവേരുകൾക്ക് ആഴങ്ങളില്ലാത്തത്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ജ്വലിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ ഫലം ചൂടട്ടെ കർത്താവേ. കുരിശ് ഞങ്ങൾക്ക് ഭോഷത്വമല്ല, ഞങ്ങൾക്കത് ഇടർച്ചയല്ല, അത് ഞങ്ങൾക്ക് രക്ഷയാണ്. ഞങ്ങളുടെ രോഗങ്ങള്, ഞങ്ങളുടെ നഷ്ടങ്ങള്, ഞങ്ങളുടെ കഷ്ടങ്ങള്, ഞങ്ങളുടെ സഹനങ്ങള് കർത്താവ് എല്ലാറ്റിലും നിന്റെ കുരിശുണ്ട്. മുൾപടർപ്പിൽ കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞാട്, മുൾപടർപ്പിൽ കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞാട്, അത് നിന്റെ കുരിശാണ് കർത്താവ്. ഞങ്ങൾ മുൾപടർപ്പിൽ കുരുങ്ങിക്കിടക്കുമ്പോഴ് നീ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. തക്ക സമയത്ത് തമ്പുരാൻ തരും. കുഞ്ഞിസാക്ക് ചുമന്ന വിറക് കെട്ട്, അത് നിന്റെ കുരിശിന്റെ അടയാളമാണ്. ഞങ്ങൾ വഹിക്കുന്ന സഹനങ്ങള്, രോഗങ്ങള്, നഷ്ടങ്ങള്, സങ്കടങ്ങള്, സംഘർഷങ്ങള്, ഞങ്ങളുടെ കിട്ടാക്കടങ്ങള്, ഞങ്ങളുടെ പാപത്തിന്റെ അടിമത്തങ്ങള് കർത്താവേ, ഞങ്ങളുടെ വിറക് ചുമടുകള് കർത്താവേ നിന്റെ കുരിശാണ്. ഞങ്ങൾ രക്ഷ കാണട്ടെ കർത്താവേ. ഞങ്ങൾ ഔദാര്യമുള്ളവരാകട്ടെ കർത്താവേ. ഞങ്ങൾക്ക് ഔദാര്യം ഉണ്ടാകട്ടെ. ഈ ജനത്തെ എവിടെ നിന്ന് പോറ്റും? ആരുടെ കയ്യിൽ ഒപ്പമില്ലേ? 5000 പുരുഷന്മാരില്ലെന്ന് പറഞ്ഞു, അതിലേറെ സ്ത്രീകളില്ലെന്ന് പറഞ്ഞു. പിന്നാമ്പുറത്തെ പിഞ്ചുപാലം പറഞ്ഞു, 5 ബാർലിയപ്പം 2 ചെറുമീൻ. അത് മൽക്കീസേദെക്കിന്റെ അപ്പമായി, അത് മൽക്കീസേദെക്ക് അർപ്പിച്ച ബലിയായി. കർത്താവേ, ഞങ്ങളെ കുർബാനയായിട്ട് വാഴ്ത്തണേ. ഞങ്ങൾ ഔദാര്യമുള്ളവരാകട്ടെ. സ്വത്ത് തർക്കിക്കുന്നവരെ, സ്വർണം തർക്കിക്കുന്നവരെ, സൗന്ദര്യം തർക്കിക്കുന്നവരെ, വിവാഹത്തിലെ അവിശ്വസ്ത പുലർത്തുന്നവരെ ഇല്ല കർത്താവേ. നിന്റെ കുരിശിന്റെ താഴെ ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ ചിറക് നൽകണേ. രോഗികളെ സുഖപ്പെടുത്തണമേ, കടബാധിതകളെ രക്ഷിക്കണമേ, പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, കുടുംബ സമാധാനം നൽകണമേ. കർത്താവേ, ഞങ്ങള് കഷ്ടപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് ഞങ്ങൾ കരഞ്ഞപേക്ഷിക്കുമ്പോ നീ കാണണേ കർത്താവേ. ഈ ജനത്തിന്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണേ. ഈ ആരാധന സൗഖ്യത്തിന്റെ ആരാധനയാകട്ടെ, ഇത് രക്ഷയുടെ ആരാധനയാകട്ടെ, ഇത് ഉത്ഥാനത്തിന്റെ ആരാധനയാകട്ടെ. നിങ്ങളുടെ നിയോഗങ്ങള് മക്കളെ വെക്കുക ഈ ആരാധനയിലെ കർത്താവിനോട് ചേർത്ത് വെക്കുക. മൽക്കീസേദെക്കിന്റെ അപ്പം, മൽക്കീസേദെക്കിന്റെ വീഞ്ഞ പോലെ നിങ്ങളുടെ തകർച്ചകള്, നിങ്ങളുടെ രോഗങ്ങള് എല്ലാം കൊടുക്കുക. എല്ലാം ദൈവത്തിന്റെ കൈകളിലെ. കുടുംബ സമാധാനം ഉണ്ടാകട്ടെ. വിവാഹങ്ങളുടെ തടസ്സങ്ങൾ മാറട്ടെ. ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടട്ടെ. ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യം കൊടുക്കണമേ. കുടുംബങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ. വഴിതെറ്റിപ്പോയ മക്കൾ തിരിച്ചു വരട്ടെ. മദ്യപാനത്തിന് അടിമകളായവര് രക്ഷിക്കപ്പെടട്ടെ. സർവ തഴക്ക ദോഷങ്ങളെയും മോചിക്കണമേ. സർവ രോഗപീഠകളെ എടുത്തു മാറ്റണമേ. ഈ എല്ലാ മനുഷ്യരും നിന്റെ കുരിശാല് രക്ഷിക്കപ്പെടണേ, വിമോചിക്കപ്പെടട്ടെ. തന്നിൽ വിശ്വസിക്കുന്ന ഒറ്റ മനുഷ്യനും നശിച്ചു പോകാതിരിക്കാൻ തന്റെ ഏകജാതനെ ഞങ്ങൾക്കായി ബലി നൽകിയ കർത്താവേ, ഈ ബലിയർപ്പണത്തിന്റെ ഈ നോമ്പുകാലം ഞങ്ങളുടെ സഹനങ്ങളെ അർത്ഥവത്തായി കാണാൻ ഞങ്ങളെ പഠിപ്പിക്കട്ടെ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി, സ്വരമുയർത്തി വിളിക്കുക. കർത്താവ് ഇറങ്ങി വരുന്നു. കർത്താവ് അത്ഭുതങ്ങൾ
സുഖമാക്കുന്നു. കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നു. കർത്താവ് നമ്മെ മോചിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. സർവ്വരോഗങ്ങള് വിട്ടുപോകട്ടെ. പൈശാചിക ബന്ധനങ്ങള് വിട്ടുപോകട്ടെ. ലൈംഗിക അടിമത്തങ്ങള് വിട്ടുപോകട്ടെ. സമ്പത്തിന്റെ അടിമത്തങ്ങള് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ 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 ഈശോ നമ്മെ ആശീർവദിക്കുന്ന സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ആവശ്യങ്ങളെയും കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്വതന്ത്രമായ ഹൃദയത്തിൽ യേശുനാമം വിളിച്ചു വിളിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ 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 കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഞങ്ങൾ എല്ലാ നിയോഗങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കും തലമുറകളിലേക്കും ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിലേക്കും കഷ്ടതകളിലേക്കും കർത്താവേ കൃപ ചൊരിയണമേ. ദൈവമല്ലയോ ഈശോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ കർത്താവേ ഞങ്ങളെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ശക്തനല്ലയോ ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്. ഞാനിന്നും ശക്തനല്ലയോ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. Praise the Lord. Praise the Lord. Hallelujah. 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 ദൈവം നിങ്ങളെ ഈ രാത്രിയിലെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, നിങ്ങളുടെ സർവ്വ നിയോഗങ്ങളും പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഈ നോമ്പുകാലം ക്രൂശീകരണത്തിലൂടെ ക്രിസ്തുവിനോട് സാരൂപ്യപ്പെടാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ എല്ലാ സഹനങ്ങളും കർത്താവിൻ്റെ തിരുമുറിവുകളുടെ തുടർച്ചയാണ്. അതെല്ലാം ഉത്ഥാനത്തിലേക്കുള്ള കതക് തുറക്കലാണ്. ഒന്ന് മാത്രമേ വേണ്ടൂ, വിശ്വാസത്തിൻ്റെ നിറവ്. നാളെ രാത്രി 9 മണിക്ക് നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ധ്യാനം തുടരാനായിട്ട് ഒന്നിച്ചു കൂടാം.